സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിന്റെ സ്ഥാനം എത്ര മഹനീയമാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, അതിഥിദേവോഭവ, ആചാര്യദേവോഭവ. ആചാര്യൻ ദൈവ തുല്യനാണ്. അതിഥിയും മാതാപിതാക്കന്മാരും ഏതർത്ഥത്തിൽ ദൈവതുല്യരായിരിക്കുന്നുവോ ആ അർത്ഥത്തിൽ തന്നെയാണ് ആചാര്യന്മാരും തുല്യരായിരിക്കുന്നത്. ആചാര്യന്മാരാണ് സമൂഹത്തെ മുന്നോട്ട് സംസ്കാരത്തിലും വിശുദ്ധിയിലും നയിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ പാരമ്പര്യം. അതിനാണ് പണ്ടുകാലത്ത് തന്നെ പൗരാണികമായ പ്രാധാന്യം ഗുരുവിനും വിദ്യാഭ്യാസത്തിനും നൽകിപ്പോന്നത്. ഗുരു സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിൽ 3 ഗുരുക്കന്മാർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 3 അധ്യാപകന്മാർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്ത വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറെ ദിവസമായി ക്ലാസ്സിലെത്താതിരുന്ന കുട്ടിയെ പ്രധാന അധ്യാപകൻ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത്. അവിടെ കൃഷ്ണഗിരിയിലുള്ള മെഡിക്കൽ കോളേജിൽ ആ കുട്ടി ഇപ്പോൾ അഡ്മിറ്റാണ്, അവിടെ ചികിത്സയിലാണ്. ഈ കാപാലികന്മാരായിട്ടുള്ള 3 അധ്യാപകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഗൗരവമേറിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരധ്യാപകൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ആളാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും തല കുനിഞ്ഞു പോവുകയാണ്. സമൂഹത്തെ എത്രമാത്രം ആദർശപരമായി മൂല്യവത്തായി മുന്നോട്ട് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഒരു അധ്യാപകന് ഉള്ളതെന്നുള്ള കാര്യം ഇന്നത്തെ നമ്മുടെ അധ്യാപകന്മാരിൽ ചിലർ മറന്നുപോയിരിക്കുന്നു. ഇത് സങ്കടകരമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള ബന്ധം മാതാവും പിതാവും എങ്ങനെയാണോ ഒരു വീട്ടിൽ കുട്ടിയെ വളർത്തുന്നത് ആ തരത്തിലായിരുന്നു ഗുരുകുലത്തിൽ കുട്ടികളെ നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഗുരുവിൻ്റെ സ്ഥാനം ഇന്ന് കുട്ടികൾ മറന്നിരിക്കുന്നു. ഗുരുവിനെ അനുസരിക്കാത്ത കുട്ടികളാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത്. അതുപോലെ തന്നെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന അധ്യാപകന്മാരും നമ്മുടെ സ്കൂളുകളിലുണ്ട്. എക്സ്ട്രാ ക്ലാസ്സിന് വിളിച്ചു വരുത്തിയാണ് ഈ അതീവ തിന്മ, അക്ഷന്തവ്യമായ ഈ കുറ്റം ആ അധ്യാപകർ ചെയ്തിരിക്കുന്നത് എന്നോർക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കൂടുതൽ ആശങ്കാകുലരും ദുഃഖിതരുമായി തീരും. കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികളെ സ്കൂളിൽ വിട്ടാൽ നിരന്തരമായ അന്വേഷണവും അവരുടെ പഠനകാര്യങ്ങൾ മാത്രമല്ല അവരുടെ സ്വഭാവ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ സാംസ്കാരിക മൂല്യ പഠനങ്ങളിലുമെല്ലാം നമ്മൾ നിരന്തരമായി അന്വേഷിക്കുന്നവരാണെന്ന ബോധ്യം അധ്യാപകർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മളുടെ കുട്ടികളെക്കുറിച്ച്, നമ്മുടെ വിദ്യാലയങ്ങളെക്കുറിച്ച്, നമ്മുടെ അധ്യാപകരെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയും ബോധവും ഉള്ളവരായി തീരണം എന്ന ഈ വാർത്ത, ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.